പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വിശദീകരണവുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ്. മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണം ഫാക്ടറികളിലെ രാസമാലിന്യമല്ല എന്നാണ് വിശദീകരണം. അതേസമയം പ്രാഥമിക കണക്ക് പ്രകാരം 5 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് വിലയിരുത്തൽ. മത്സ്യക്കുരുതിയിൽ പ്രതിക്കൂട്ടിലായ മലിനീകരണ നിയന്ത്രണ ബോർഡാണ് പുതിയ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഇടയാർ വ്യവസായ മേഖലയിലെ ഫാക്ടറികളിൽ നിന്നൊഴുക്കിവിട്ട രാസമാലിന്യമല്ല പ്രശ്നത്തിന് കാരണമെന്ന PCB കളക്ടർക്ക് നൽകിയ വിശദീകരണത്തിൽ പറയുന്നു. ജൈവമാലിന്യങ്ങൾ അഴുകി വെള്ളത്തിലലിഞ്ഞതും ഇത് കെട്ടിക്കിടന്നതുമാണ് മത്സ്യക്കുരുതിക്ക് കാരണം. രാസമാലിന്യങ്ങൾ കലർന്നാൽ pH വാല്യൂവിൽ മാറ്റമുണ്ടാകുമെന്നും പരിശോധനയിൽ ഇത് കണ്ടെത്തിയില്ലെന്നും വിശദീകരണ റിപ്പോർട്ടിലുണ്ട്. സംഭവത്തിൽ വ്യവസായ മന്ത്രി P രാജീവിന്റെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടമാണ് മത്സ്യകർഷകർക്കുണ്ടായതെന്നാണ് പ്രാഥമിക കണക്ക്. പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ 400-ലധികം അപേക്ഷകൾ ലഭിച്ചു. നഷ്ടപരിഹാരം നൽകണമെങ്കിൽ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണം. ഇതിനായി സർക്കാരിന് ശുപാർശ നൽകാൻ ഒരുങ്ങുകയാണ് ഫിഷറീസ് വകുപ്പ്. 75,000 രൂപയുടെ മത്സ്യങ്ങൾ ചത്തെന്ന് ചൂണ്ടിക്കാണിച്ച് മത്സ്യകർഷകൻ സ്റ്റാൻലി ഡിസൽവ നൽകിയ പരാതിയിൽ ഏലൂർ പോലീസ് കേസെടുത്തു. ഏലൂർ നഗരസഭയും പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനിടെ പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ നടപടിയുമായി മലിനീകരണ നിയന്ത്രണ ബോർഡ് രംഗത്തെത്തി. പാരിസ്ഥിതിക എഞ്ചിനീയർ സജീഷ് ജോയിയെ സ്ഥലം മാറ്റി. പകരം സീനിയർ എഞ്ചിനീയർ MM ഷിജുവിനാണ് ചുമതല. 24 കൊച്ചി.